ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വട്ടപ്പാറ ഭാഗത്താണ്. വട്ടപ്പാറ ഭാഗത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ നോക്കി നമ്മൾ ഇവിടുന്ന് കുറ്റിപ്പുറം ഭാഗം വരെയാണ് പോകുന്നത്. ഇനി നമ്മുടെ NH66 വർക്കില് എന്തൊക്കെയാണ് ബാക്കി വരുന്നത്, ഈ ഭാഗത്ത് നിന്ന് വട്ടപ്പാറ ഭാഗത്ത് നിന്ന് നമ്മുടെ കുറ്റിപ്പുറം വരെയുള്ള ഭാഗത്ത് ഇനി എന്തൊക്കെയാണ് വർക്കുകൾ ബാക്കിയുള്ളതെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. പല ഭാഗത്തും ഹൈവേന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വളരെ കുറഞ്ഞ ഭാഗത്താണ് ഹൈവേന്റെ വർക്കുകൾ നടക്കാനുള്ളത്. നമ്മുടെ വട്ടപ്പാറ ഭാഗത്ത് മണ്ണിടിച്ച് വർക്കുകളൊക്കെ നടന്നിരുന്ന ഭാഗത്തുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വെച്ചിരുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് നമുക്ക് കുറ്റിപ്പുറം ഭാഗം വരെ പോകുമ്പോൾ എവിടൊക്കെയാണ് ഇനി ബാക്കി വരുന്ന വർക്കുകൾ എന്നൊക്കെ നോക്കാം. അപ്പൊ നമ്മുടെ മലപ്പുറം ജില്ലയിൽ എല്ലാ ഭാഗത്തും വർക്കുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മുടെ കുളപ്പുറം കൂരിയാട് ഭാഗത്ത് ഒരു മണ്ണിടിച്ചിലൊക്കെ കണ്ടതും കേട്ടതൊക്കെ നമ്മൾ. അപ്പോൾ ഇനി വളരെ കുറഞ്ഞ ഭാഗത്താണ് വർക്കുകൾ ഉള്ളത്. വട്ടപ്പാറ ഭാഗത്തും നമ്മൾ കാണിച്ചു. ഇനി വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ്, സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉള്ളൂ. അധികം വർക്കുകളുള്ളത് ഒരു സ്പോട്ട് പറഞ്ഞാൽ നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്താണ്. അതിൻ്റെ മുന്നേ നമ്മുടെ കുളപ്പുറം ഭാഗത്ത് കൂരിയാട് ഭാഗത്ത് വീണ്ടും ഇപ്പോൾ മണ്ണിടിഞ്ഞതൊക്കെ നിങ്ങൾ വാർത്തകളിലൊക്കെ കേട്ടു. അവിടെയാണ് ഇനി 6 മാസം എടുത്താലും ഒരു പക്ഷേ ചിലപ്പോൾ വർക്ക് ചെയ്യാൻ കംപ്ലീറ്റ് ആവും തോന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെയുള്ള യാത്ര വളരെ ദുഷ്കരമാണ്. അത് കക്കാട് ഭാഗത്തുനിന്ന് മമ്പുറം വഴി തിരിഞ്ഞൊക്കെയാണ് വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ ഒരു വാർത്തകൾ കേട്ടു, നമ്മളെ KNRCL കമ്പനീനെ ഡീബാർ ചെയ്തു എന്നുള്ള. നമ്മൾ വട്ടപ്പാറ വയഡക്റ്റ് കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ഭാഗത്താണ് എത്തിയിട്ടുള്ളത്. ഇവിടെ കാണാൻ നമുക്ക് ഈ സൈഡിലൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴ്ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇതുപോലുള്ള ഒരു ഷീറ്റ് വിരിക്കുന്നത് ചകിരി ഉപയോഗിച്ചുള്ള ഒരു ഷീറ്റാണ്. ഈ ഷീറ്റ് ഉപയോഗിച്ചുള്ള വർക്കുകളൊക്കെ ഇവിടെ കഴിഞ്ഞിരുന്നു. പക്ഷേ മണ്ണ് പോയിട്ടുണ്ട്, താഴ്ഭാഗത്തു നിന്നൊക്കെ താഴ്ന്നു പോയതൊക്കെ കാണുന്നുണ്ട്. ഇവിടുന്ന് വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കാണിത്. ഇതൊന്നും വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇതിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ ഇങ്ങനെ പകുതിയാക്കി വെച്ച് കാണാം. ആ ഭാഗത്തേക്കൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒന്നും പുല്ലൊന്നും കറക്റ്റായിട്ട് മുളച്ച് പൊന്തിയിട്ടൊന്നും കാണുന്നില്ല. ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ അങ്ങനെ കാണുന്നുള്ളൂ. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പുല്ലുകളൊക്കെ മുളച്ച് പൊന്തിയിട്ടുണ്ട്. കോട്ടക്കൽ ബൈപ്പാസിൽ ഇങ്ങനെ കുറേ ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ഷീറ്റ് വിരിച്ച് പുല്ലുകളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് മുളച്ചു പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് റോട്ടിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഈ വഴി അങ്ങോട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയുള്ള ഒരു ഹോളാണ് ഇത്, വെച്ച് കൊടുക്കുന്നൊരു വഴിയാണിത്. അതിൻ്റെ വർക്ക് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതാണ് പാടത്തിലൂടെയാണ് ഇവിടെയൊക്കെ ഹൈവേ കടന്നു പോകുന്നത്. നമ്മൾ ഇപ്പോൾ പാടത്താണ് പ്രശ്നങ്ങൾ എല്ലായിടത്തും. മണ്ണിടിച്ചിൽ കൂരിയാട് ഭാഗത്തൊക്കെ നമ്മൾ വാർത്തയിലൊക്കെ കണ്ടത്. ഇവിടെ അങ്ങനത്തെ രീതിയിലല്ലാത്തത് കൊണ്ട് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാവും തോന്നില്ല. ഇവിടെ മണ്ണ് ഇട്ട് പൊക്കിയതാണെങ്കിലും കുറച്ച് ഭാഗത്താണ് കെട്ടി പൊക്കിയിട്ടുള്ളത്. കാണാൻ നമുക്ക് താഴ്ഭാഗത്ത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ മണ്ണ് ചെരിച്ചിങ്ങനെ ഇറക്കിയതാണ്. അതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടാവില്ല. ഇത് പിന്നെ ഹൈറ്റ് വളരെ കുറവാണ്. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം, ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കോൺക്രീറ്റ് ഇവിടേക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടുണ്ടാകുന്ന നമുക്ക് നോക്കാം. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്നത് ഈ ഭാഗത്തൊന്നും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. ഈ ഭാഗത്തൊക്കെ ഇതുപോലെ ആണ് കിടക്കുന്നത് കാണാം. നമുക്ക് മണ്ണ് ഇങ്ങനെ ചെരിച്ചിട്ട ഭാഗം അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഇവിടെയാണ് ഇനി വെള്ളം ഒഴുകി പോകാനുള്ള ആ ഡ്രെയിനേജിന് കൊടുക്കാനുള്ളത്. അങ്ങനെയുള്ള വർക്കുകളൊന്നും ഇവിടെ ചെയ്തതായി കാണുന്നില്ല. കുറച്ച് മുൻഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ പുല്ലൊന്നും കറക്റ്റായിട്ട് മുളച്ചതൊന്നും കാണുന്നില്ല, മഴ പെയ്തിട്ടൊന്നും. അപ്പോൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ പുല്ലൊക്കെ മുളച്ചതായിട്ട് കാണുന്നുണ്ട്. പാടത്തൊക്കെ മഴ പെയ്തതിൻ്റെ ശേഷം വെള്ളമൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ശരിക്കും ഈ ഒരു ഡിസൈന് ഐറിഷ് മോഡൽ എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ളൊരു ഡിസൈനാണിത്.
ഇതാണ് ഇവിടുന്ന് കറക്റ്റായിട്ട് വെള്ളം ഇതിലൂടെയാണ് ഒഴുകി പോവുക പാടത്തോട്ട്. അപ്പോൾ വളാഞ്ചേരി പാലക്കാട് പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾക്ക് കുറച്ച് ഭാഗത്തു നിന്നാണ് നമുക്ക് വളാഞ്ചേരി പാലക്കാട് ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ അല്ലാത്ത വാഹനങ്ങൾ നേരെ കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകാൻ. ഇവിടെ ഒരു എന്തോ വർക്ക് നടക്കുന്നുണ്ട് തോന്നുന്നു. ഇവിടെ ഒരു അണ്ടർപാസും കൂടെയാണ്. അപ്പൊ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ എന്താണെന്ന്. അപ്പോൾ ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് വളാഞ്ചേരി ഭാഗത്തേക്ക് പോകാനുള്ള ഒരു എക്സിറ്റ് ആണ് ഇത്. എക്സിറ്റ് നമ്മുടെ പാലക്കാട് ഭാഗത്തേക്ക് അറിഞ്ഞിട്ടുള്ള ബോർഡുകൾ നമ്മളവിടെ കണ്ടു. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഫുൾ ഫിനിഷിങ് ആയതുകൊണ്ട് നല്ല രീതിയിൽ വാഹനങ്ങൾ പറക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പൈങ്കണ്ണൂർ ഭാഗത്താണ് എത്തിയിട്ടുണ്ട്. പൈങ്കണ്ണൂർ വരുന്ന ഒരു ഓവർപാസാണിത്. നമുക്കിവിടെ താഴെ നോക്കാം. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് പൈങ്കണ്ണൂർ ഭാഗത്താണ്. പൈങ്കണ്ണൂർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇനി ആ ഭാഗത്തൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ ക്രാഷ് ബാരിയറിന് പെയിന്റ് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ബാക്കിയുണ്ട്. പിന്നെ ഇവിടെ ക്യാമറ കൊടുത്ത ഒരു ഭാഗത്ത് ഇങ്ങനെ ജോയിന്റിങ് ബാക്കിയുണ്ട്. സർവീസ് റോഡിന്റെ ഭാഗത്തേക്ക് ഫുള്ളായിട്ട് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പൈങ്കണ്ണൂർ എന്നുള്ള ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചുള്ള വർക്കുകളൊന്നും ഇനി വലിയ വർക്കുകളൊന്നും കാണുന്നില്ല. ചെറിയ ചെറിയ വർക്കുകൾ മാത്രമാണ്. ജോയിന്റിങ് ആണ് ഏറ്റവും കൂടുതൽ ഇനി വരാനുള്ളത്. ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ജോയിന്റിങ് വർക്കുകൾ വളരെ കൂടുതലായിട്ട് ചെയ്യാനുണ്ട്. അങ്ങനെ തൂണുകളൊക്കെ വരുന്ന ഈ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് ജോയിന്റിങ്. അല്ലെങ്കിൽ ആളുകളൊക്കെ ഇതുവഴി ഇങ്ങോട്ട് കയറി വരാനൊക്കെ സാധ്യതയുണ്ട്. ഹൈവേയിലേക്ക് മൃഗങ്ങൾ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അടക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള ഭാഗങ്ങളിൽ എന്താണെന്ന്. നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് പാണ്ഡികശാല ഭാഗത്താണ്. പാണ്ഡികശാല ഭാഗത്ത് ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിന്റെ മുകൾ ഭാഗമാണ് ഈ കാണുന്നത്. ഈ ഭാഗത്താണ് ഇനി ക്രാഷ് ബാരിയറിന് പെയിന്റ് ചെയ്യാനുള്ള ഇങ്ങനെയുള്ള ഭാഗത്ത് ജോയിന്റിങ് വർക്കുകളുണ്ട്. ഇവിടെ കാണാം നമുക്ക്. ഇവിടം വരെയാണ് പെയിന്റിങ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി ഈ ഭാഗത്തൊക്കെ പെയിന്റിങ് ബാക്കിയുണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ക്രാഷ് ബാരിയറിന് കുറച്ച് ഹൈറ്റ് കുറവുണ്ട് എന്നുള്ള പൊതുവേ ഉള്ളൊരു സംസാരമുണ്ട്. എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. ഇനി വലിയ ആക്സിഡന്റുകളൊക്കെ വരുമ്പോഴേക്കാരം അത് കൂടുതലായിട്ട് എടുത്ത് കാണിക്കുക. അതിനൊരു പോം വഴിയൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ താഴ്ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ വർക്കൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു വെള്ളം ഒഴുകി പോകാനുള്ള ഒരു ഹോള് വരെ കൊടുത്തിട്ടുണ്ട് ഡ്രെയിനേജിന്റെ ഭാഗത്തെ. അപ്പൊ ഞാൻ പാണ്ഡികശാല ഭാഗത്തേനാണ്. പാണ്ഡികശാല ഭാഗത്ത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു മണ്ണിടിച്ച് റോഡുണ്ടാക്കിയ ഒരു ഭാഗമാണ് കാണാൻ നമുക്ക്. ഈ ഭാഗത്തിൽ ഇതിലൂടെയൊക്കെ വെള്ളം ഒഴുകി വരുന്നത് ഒരു അപകടം പിടിച്ചൊരു ഏരിയയാണത്. അപ്പൊ ഈ പൈപ്പുകൾ വെച്ചതുകൊണ്ട് അതിലൂടെയൊക്കെ വെള്ളം ഒഴുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ വേസ്റ്റുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തുനിന്ന് ക്ലിയർ ആയിട്ട് ഒരു ഡ്രെയിനേജ് സിസ്റ്റം കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. കാണാം നമുക്ക്. ഇവിടെയൊക്കെ പുല്ല് വരെ ഇതായിട്ടുണ്ട്, വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്? ഇങ്ങനെ ആണോ ഇനി വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് അറിയില്ല. ഇവിടെയൊക്കെ ഇനിയും വർക്ക് ചെയ്യാനുണ്ട്. ഈ ഭാഗത്ത് റോഡിന്റെ ഭാഗത്തേക്ക് പുല്ലൊക്കെ കയറിയിട്ട് കാണാം. ഇവിടുന്ന് അങ്ങോട്ടാണ് ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ ഉള്ളത്. ഇനി ബാക്കി ക്രാഷ് ബാരിയറിന്റെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ആ ഭാഗത്തൊക്കെ ക്ലീനിങ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഭാഗത്ത് നമ്മുടെ ലൈറ്റിന്റെ കാലുകളൊക്കെ കൊടുക്കാത്ത ഭാഗത്തൊക്കെ ലൈറ്റിന്റെ കാലുകൾ കൊടുക്കുന്നുണ്ട്. ഈ സൈഡിലേക്കുള്ള ചെറിയ ലൈറ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ആ ഭാഗത്തൊക്കെ ഇനി കുറച്ച് ഫിനിഷിങ് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഇതാണ് പാണ്ഡികശാല ഭാഗത്ത് തന്നെയാണ്. കുറച്ച് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് കുറെ സമയമെടുത്ത് വർക്കുകളൊക്കെ ചെയ്ത് വലിയ രീതിയിൽ ഇവിടെ ഒരു വലിയ കുന്നായിരുന്നു. ഇത് ഇടിച്ച് നിരത്തി വർക്കുകളൊക്കെ കുറച്ച് സമയം എടുത്തിരുന്നൊരു ഭാഗം കൂടെ ആയിരുന്നു ഈ ഭാഗത്ത്. അപ്പൊ നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം. ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് മൂടാല് ഭാഗത്താണ്. മൂടാല് ഭാഗത്ത് ഒരു ഓവർപാസ് ഉണ്ട്. ആ ഓവർപാസിന്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെയൊക്കെ എല്ലാവിധ വർക്കുകളും കഴിഞ്ഞ് ബോർഡുകളൊക്കെ വെച്ചിട്ട് കാണാം നമുക്ക്. ഇവിടെ ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇവിടുന്ന്
പോകുമ്പോൾ ഈ ഭാഗത്തൊരു ദർഗയൊക്കെ ഉണ്ട്. ആ ദർഗൻ്റെ ഭാഗത്തൊക്കെ ഫുൾ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു എക്സിറ്റാണ് വരാനുള്ളത്. നമുക്ക് കാണാം ഈ എക്സിറ്റിലൂടെയാണ് നമ്മൾ പള്ളിപ്പടി പറഞ്ഞ ഭാഗത്തേക്കൊക്കെ കയറി പോകേണ്ട ഒരു എക്സിറ്റാണ്. അവിടെയൊക്കെ ഈ ട്യൂബ് ക്രാഷ് ബാരിയറുകളൊക്കെ കൊടുത്ത് നമുക്ക് കാണാം. വളരെ വേഗത്തിൽ നമുക്കിപ്പോൾ വട്ടപ്പാറ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റും. ഇതാണ് അങ്ങോട്ടുള്ള എക്സിറ്റ്. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള ഭാഗത്തേക്ക്. നമ്മൾ ഇവിടുന്ന് ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് വരെ പോകുന്നുള്ളൂ. പള്ളിപ്പടി ആശുപത്രി പടി പറഞ്ഞ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് കാണാം റോഡിന്റെ സൈഡിൽ കറക്റ്റായിട്ട് ഹോളുകൾ, പുതുതായിട്ട് ഹോളുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തടുത്ത് തന്നെ ഹോളുകൾ കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴുകി പോവാന്. അപ്പൊ നമ്മൾ കുറ്റിപ്പുറം ഭാഗത്ത് എത്തിയിട്ടുണ്ട്. കുറ്റിപ്പുറം പള്ളിപ്പടി ഭാഗത്ത് ആശുപത്രിപ്പടി പറഞ്ഞ ഭാഗത്താണ് എത്തിയിട്ടുള്ളത്. അപ്പൊ വളരെ വേഗത്തിൽ നമുക്ക് വട്ടപ്പാറ ഭാഗത്തുനിന്ന് കുറ്റിപ്പുറം വരെ ഇപ്പൊ യാത്ര ചെയ്യാൻ സാധിക്കും. ഒരു ബ്ലോക്കുകളൊന്നുമില്ല ഹൈവേയില്. അതുകൊണ്ട് നല്ല രീതിയിൽ യാത്ര ചെയ്യാം. പക്ഷെ വർക്കുകൾ ഇനിയും ഒരുപാട് ഫിനിഷിംഗ് വർക്കുകൾ നടക്കാനുണ്ട്. ഇത്രയും ഭാഗത്ത് നമ്മൾ യാത്ര ചെയ്തപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇപ്പോൾ ഇതിൽ കാണിച്ചത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.